ആദ്യമായിട്ട് വോളിബോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിലേക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. ആദ്യം എനിക്ക് അടിക്കാനുള്ള പൊസിഷൻ അതാ കളിക്കാനായിരുന്നു താല്പര്യം. ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഞാനൊക്കെ വോളിബോളിന് എന്താന്ന് പോലും അറിയാണ്ട് തുടങ്ങിയതാണ് കളി. ഒരു ഫാമിലി ബേസിക്കോ അങ്ങനെ ഒന്നുമില്ല വോളിബോളായിട്ട്. അങ്ങനെ തുടങ്ങിയപ്പം ഈ നിലയിൽ എത്തണമെങ്കിൽ നമ്മുടെ അധ്വാനവും പിന്നെ ബാക്കിയുള്ളവരുടെ സപ്പോർട്ടൊക്കെ തരണം. ഹായ്, ഞാൻ ജിഷ്ണു, കേരള പോലീസ് വോളിബോൾ ടീമിലെ ഇപ്പോൾ കറണ്ട് പ്ലെയറാണ്. വോളിബോളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആദ്യം നാട്ടിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടായിരുന്നത്. അപ്പം ഫുട്ബോൾ കളിക്കുമ്പം ഒരാളെന്നെ കണ്ടിട്ട് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് വോളിബോളിൻ്റെ ഒരു സമ്മർ ക്യാമ്പ് ഉണ്ടായി, അതിൽ പോയി പങ്കെടുക്കാൻ പറഞ്ഞ് അങ്ങനെ പോയി പങ്കെടുത്തു. പിന്നെ അവിടുന്ന് ഒരു കാസർഗോഡ് ഒരു സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ ഉണ്ടായി, അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്ത് പിന്നെ അതുവഴി അങ്ങനെ കളിച്ച് അവസാനം സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് കൊലഞ്ചേരി ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി കളിച്ചു. അത് കഴിഞ്ഞിപ്പം കേരള പോലീസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വോളിബോൾ കളിക്കുന്നത്. സ്കൂൾസിലൊന്നും ഞാനൊന്നും കളിച്ചിട്ടില്ല. ഞാൻ ഹോസ്റ്റലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും കളിച്ചിട്ടില്ല. പിന്നെ +2 ഒരു യൂത്ത് സ്റ്റേറ്റ് കളിച്ചു ആദ്യമായിട്ട്. ഫസ്റ്റ് ഞാൻ വെറുതെ നാട്ടിലിങ്ങനെ നടക്കുന്ന സമയത്ത് വൈകിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ എത്തിയിട്ട് ഇത് വോളിബോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിലേക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഡെയിലി പോകാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കളിച്ചത് ഒരു സ്കൂൾ ടീമിന് വേണ്ടി കളിച്ചതാണ്. അന്ന് ഞാൻ കളിച്ചില്ല, പുറത്തായിരുന്നു ഇരുന്നത്, ടീമിനകത്ത് പോലും കളിച്ചില്ല. പിന്നെ ആ കളി ഞങ്ങൾ ജയിച്ചായിരുന്നു. പിന്നെ സ്കൂള് കഴിഞ്ഞ് ഞാൻ കോളേജിൽ തുടങ്ങിയപ്പോഴാണ് കുറച്ച് ആൾക്കാർ എന്നെ എങ്ങനെ അറിയാനും പിന്നെ എനിക്കും ഒരു കോൺഫിഡൻസ് വന്ന് ഞാൻ കളിക്കാൻ പറ്റും എന്നുള്ളൊരു തുടങ്ങിയത് കോളേജിലെത്തിയപ്പോഴാണ്. ഇപ്പം കറണ്ട് ലാസ്റ്റ് ഇയർ സീനിയർ നാഷണൽ കളിച്ചു, അത് ഞങ്ങൾ വിൻ ചെയ്തു. പിന്നെ നാഷണൽ ഗെയിംസ് കളിച്ചു, അത് റണ്ണേഴ്സായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഏഷ്യൻ ഗെയിംസിൻ്റെ ക്യാമ്പിലുണ്ടായി. അത് കഴിഞ്ഞ് ഒരു കവ നാഷണൽസ് ലീഗിൻ്റെ ക്യാമ്പിലുണ്ടായി. പിന്നെ പ്രൈം വോളി ഇപ്പം 4 സീസണായി കളിക്കുന്നു. അതിൽ ഒരു പ്രാവശ്യം റണ്ണർ, ഇപ്പം കറണ്ട് സീസൺ ഞങ്ങൾ വിന്നറാണ്. ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എന്നെ എല്ലാവരും പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയതാണ്. അപ്പം പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മിഡിൽ ബ്ലോക്കറായി കളിച്ചു വന്നു, അത്രേ ഉള്ളൂ. ആദ്യം എനിക്ക് അടിക്കാനുള്ള പൊസിഷൻ അതാ കളിക്കാനായിരുന്നു താല്പര്യം. പിന്നെ എനിക്ക് മിഡിൽ ബ്ലോക്കർ എല്ലാവരും നാട്ടിൽ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ബ്ലോക്കറാക്കി. പിന്നെ അതുവഴി അങ്ങനെ കളിച്ച് വന്നു. നാഷണൽസിൽ വന്നപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഒരു നാഷണൽസ് കളിച്ചത് ലാസ്റ്റ് ഇയർ. അപ്പം കളിക്കാൻ പറ്റിയ അത്യാവശ്യം ഞങ്ങൾ ടീമായിട്ട് നല്ല കളി കളിച്ചു, വിൻ ചെയ്തു. അപ്പം നല്ല ഇതായിരുന്നു, എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. ടീമാണേലും ബാക്കി സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. പ്രൈം വോളി ഞാൻ കോളേജ് 3rd ഇയർ ആയിരുന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഓപ്ഷനിലെടുത്തത്. സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി കളിച്ച് നിൽക്കായിരുന്നു. അപ്പം അതിൻ്റേതാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ ഓപ്ഷനിലെടുത്ത് ഹൈദരാബാദ് ടീമിനായിരുന്നു ആദ്യമായിട്ട് കളിച്ചത്. പിന്നെ ആ വർഷം അത്യാവശ്യം കളിച്ചേ ഉള്ളൂ, ബേസിക് പ്രൈസിനായിരുന്നു കളിച്ച്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വർഷം ബാംഗ്ലൂർ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷമായി ഇപ്പം ബാംഗ്ലൂരിൽ തന്നെ കളിക്കാം. അത് പോലീസ് ഇപ്പം എല്ലാവരും എൻ്റെ പ്രായക്കാരാണ്, എനിക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് കളിക്കാൻ നല്ല കംഫർട്ടാണ് ടീമിനകത്ത്. ഒരു ഡ്യൂട്ടി ചെയ്യണം, ഇടയ്ക്ക് ഡ്യൂട്ടി ചെയ്യണം. അത് യൂണിവേഴ്സിറ്റി കളിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സെലക്ഷൻ ട്രയൽസ് വന്നത്. കൊറോണ കഴിഞ്ഞ് നിൽക്കുമ്പോൾ സമയത്ത് ട്രയൽസിന് ഇറങ്ങി കിട്ടി. ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഞാനൊക്കെ വോളിബോളിന് എന്താന്ന് പോലും അറിയാണ്ട് തുടങ്ങിയതാണ് കളി. ഒരു ഫാമിലി ബേസിക്കോ അങ്ങനെ ഒന്നുമില്ല വോളിബോളായിട്ട്. അങ്ങനെ തുടങ്ങിയപ്പം ഈ നിലയിൽ എത്തണമെങ്കിൽ നമ്മുടെ അധ്വാനവും പിന്നെ ബാക്കിയുള്ളവരുടെ സപ്പോർട്ടൊക്കെ കാരണം. ഇപ്പോൾ എല്ലാവരും വളർന്നു വരുന്ന ആരെങ്കിലും വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എവിടെയെങ്കിലും എത്താൻ പറ്റും.